നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ഒളവറ പുഴയിൽ ചാടി യുവാവ് മരിച്ചു. പരിയാരം കോരൻപീടിക സ്വദേശി നൌഫലാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഡിവൈഎഫ്ഐ വൈക്കത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ഉത്തരമേഖല തെരുവുനാടക മത്സരം തൃക്കരിപ്പൂരിൽ ചലച്ചിത്ര സംവിധായകൻ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്തു. കൊച്ചി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യങ്ങൾ തള്ളുന്നതായി വ്യാപക പരാതി. ദുർഗന്ധം മൂലം ജീവിതം ദുസ്സഹമായി സമീപവാസികൾ. തൃക്കരിപ്പൂർ വണ്ണാത്തിക്കുളം സംരക്ഷണ പ്രവൃത്തിയിൽ അഴിമതിയെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയിൽ കുളത്തിന്റെ സ്ഥലം സ്വകാര്യ സ്ഥലത്തോടൊപ്പം ചേർക്കുന്നുവെന്നാണ് പരാതി. ട്രാഫിക് നിയന്ത്രണത്തിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോഴും സ്വയം സുരക്ഷിതരല്ലാതെ ഹോംഗാർഡുകൾ. കാങ്കോൽ കരിങ്കുഴി പാലം എന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. സമീപ പ്രദേശങ്ങളിൽ പോലും പാലം അനുവദിക്കുമ്പോൾ പ്രദേശത്തോടുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. ഒളവറ പാലത്തിനു മുകളിൽ നിന്നും യുവാവ് പുഴയിൽ ചാടി മരിച്ചു. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പരിയാരം കോരൻപീടിക സ്വദേശി സി നൌഫലാണ് മരിച്ചത്. പയ്യന്നൂർ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇയാൾ പാലത്തിനു മുകളിൽ ബൈക്ക് നിർത്തിയിട്ട് സുഹൃത്തിന് മൊബൈലിൽ മെസ്സേജ് അയച്ച ശേഷമാണ് പുഴയിലേക്ക് ചാടിയത്. പാലത്തിനടുത്തുള്ള വീട്ടുകാർ യുവാവ് പുഴയിലേക്ക് എടുത്തു ചാടുന്നത് കണ്ടിരുന്നു. പുഴയിലെ ഒഴുക്കിലും പെട്ടിരുന്നതായും സംശയിക്കുന്നു. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ നേരം തിരച്ചിൽ നടത്തി. പയ്യന്നൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വൈകുന്നേരം 4 മണിയോടെ സ്ഥലത്തു നിന്നും മൃതദേഹം കണ്ടെടുത്തു. സംഭവമറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് പാലത്തിനു മുകളിൽ എത്തിയത്. വാഹന ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പരിയാരം കോരൻപീടികയിലെ പരേതനായ മുഹമ്മദിന്റെയും ഖദീജയുടെയും മകനാണ് നൌഫൽ. ഫറൂഖ്, ഫൈസൽ, ഫാസിൽ, ഷക്കീല, റഷീദ എന്നിവർ സഹോദരങ്ങളാണ്. ഡിവൈഎഫ്ഐ വൈക്കത്ത് യൂണിറ്റ് സംഘടിപ്പിച്ച രണ്ടാമത് ഉത്തരമേഖല തെരുവ് നാടക മത്സരം സിനിമാ സംവിധായകൻ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ എം സുമതി അധ്യക്ഷത വഹിച്ചു. വളരെ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന നാടകങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ആക്രമിക്കുന്ന നാടകങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനോടുള്ള ഒരു നിക്കക്കള്ളിയില്ലായ്മയാണ് ഇതിലൂടെ കാണുന്നത്. അപ്പോൾ ഏത് കിട്ടും, ചിലപ്പോൾ നാടകം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാൻ പറ്റാതെ. നാടക പ്രവർത്തനം കേരളത്തിന്റെ നവോത്ഥാനത്തിന് വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും KPIC അടക്കമുള്ള പല നാടക ട്രൂപ്പുകളും നാടകങ്ങൾ അവതരിപ്പിച്ചത് പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണെന്നും അത് നാടകം മോശമായതുകൊണ്ടല്ല, മറിച്ച് വളരെ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന നാടകങ്ങൾ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ നിൽക്കക്കള്ളിയില്ലായ്മ കൊണ്ടായിരുന്നുവെന്നും മനോജ് ഖാന അഭിപ്രായപ്പെട്ടു. അത്തരം നാടകങ്ങൾ കേരളത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി 30-31 തീയതികളിൽ വൈക്കത്ത് കെ മധുനഗറിൽ നടക്കുന്ന തെരുവ് നാടക മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എം സുമതി അധ്യക്ഷയായിരുന്നു. എം രാമചന്ദ്രൻ, അനീഷ് കെ, എ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അന്നൂർ സൗഹൃദ കുടുംബവേദിയുടെ ഉഷ്ണമേഖല, സെൻട്രൽ ആർട്സ് വെള്ളൂർ അവതരിപ്പിച്ച ഭസ്മാക്ഷസ് മപ്സി എന്നീ തെരുവ് നാടകങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൊച്ചി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ തോട്ടിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. ദുർഗന്ധം മൂലം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് ഡ്രൈവർമാരുടെ ആക്ഷേപം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ തോട്ടിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പരിസരത്ത് പാർക്ക് ചെയ്യുന്ന ഓട്ടോ ഡ്രൈവർമാർക്കും ഇതുവഴി കടന്നുപോകുന്നവർക്കും ഒരുപോലെ പ്രയാസമുണ്ടാക്കുന്നതായി പരാതി. രാത്രികാലങ്ങളിലാണ് ഈ തോട്ടിൽ ഭക്ഷ്യമാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത്. ഹോട്ടലിലെയും മറ്റു മാലിന്യങ്ങളും ഇവിടെ കാണാം. ഇത് അഴുകി ദുർഗന്ധം വമിക്കുകയും ഇവിടെ നിൽക്കാൻ പറ്റാതാവുകയും ചെയ്യുന്നതായി ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. പരിസര പ്രദേശമുള്ള ഹോട്ടലുകളിൽ നിന്നും പീടികകളിൽ നിന്നും വിസർജ്യ വസ്തുക്കളും അതുപോലെ മാലിന്യങ്ങളും പതിവായി തോട്ടിൽ തള്ളുക പതിവാണ്. അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വണ്ടിക്ക് പോകുന്നവരും ബസ്സിന് കാത്തുക്കുന്നവർക്കും വളരെ ഗൗരവമായ രീതിയിൽ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. ഈ അവസ്ഥക്ക് മുനിസിപ്പാലിറ്റി ഒരു ഗൗരവമായി നേരിടുന്നില്ലെങ്കിൽ മറ്റ് ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്ധ്യയാകുമ്പോഴേക്കും കൊതുകും ചെറുപ്രാണികളും കാരണം ഇവിടെ നിൽക്കുക തന്നെ അസാധ്യമെന്നും ഇവർ പറയുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. തൃക്കരിപ്പൂർ ആയിറ്റിയിലെ വണ്ണാത്തിക്കുളം സംരക്ഷണ പ്രവൃത്തിയുടെ മറവിൽ അഴിമതിയുണ്ടെന്ന് പരാതി. കുളം നിലവിലെ അളവിൽ നിന്നും ചുരുക്കിക്കെട്ടി കുളത്തോട് തൊട്ടുള്ള സ്വകാര്യ സ്ഥലത്തേക്ക് ചേർക്കാൻ അധികൃതർ ഒത്താശ ചെയ്തെന്ന് കാണിച്ച് പൈതൃക സംരക്ഷണ സമിതി വിജിലൻസിൽ പരാതി നൽകി. തൃക്കരിപ്പൂർ ആയിറ്റി വാർഡിൽപ്പെട്ട വിശാലമായ കുട്ടനാടി പാടശേഖരത്തോട് തൊട്ടുകിടക്കുന്ന വണ്ണാത്തിക്കുളം നവീകരിച്ച് ജലസേചന പദ്ധതി വിപുലീകരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു.
എന്നാൽ വണ്ണാത്തിക്കുളം നവീകരണത്തിന്റെ മറവിൽ കുളം നിലവിലെ ചുറ്റളവിൽ നിന്നും ചുരുക്കിക്കെട്ടി കുളത്തിന്റെ സ്ഥലം തൊട്ടടുത്തുള്ള സ്വകാര്യ സ്ഥലത്തോട് ചേർക്കാനുള്ള നീക്കം നടന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സ്വകാര്യ സ്ഥലത്തിന് അതിരിട്ടു നിന്നിരുന്ന കുളം നവീകരിച്ച് പടവ് കെട്ടിയപ്പോൾ മീറ്ററുകളോളം സ്ഥലം ഒഴിവാക്കിയിട്ടുണ്ട്. 200 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുണ്ടായിരുന്ന കുളത്തിന് ഇപ്പോൾ 17 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് പരാതി. വൻ അഴിമതിയാണ് ഈ കുള നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയുള്ളത്. കാരണം 1 മീറ്ററോളം സ്ഥലം നീക്കം ചെയ്തുകൊണ്ട്, അത് വീതി കുറച്ചുകൊണ്ടാണ് ഇപ്പം കുളം നിർമ്മിച്ചിട്ടുള്ളത്. ഭൂമിയിൽ നിന്ന്, നിലവിധാനത്തിൽ നിന്ന് 3 മീറ്റർ താഴേക്ക് കല്ല് കെട്ടണം എന്ന നിയമം വരെ ലംഘിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് കെട്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. മഴക്കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഈ കുട്ടനാടി പാക്കേജിൽ വരുന്ന ഈ കുട്ടനാടി സ്ഥലത്ത് കൃഷിക്ക് ആവശ്യമായ ജലസേചനം നടത്താനാണ് ഈ കുളം ഇവിടെ നിർമ്മിക്കുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇപ്പം നിർമ്മിക്കുന്ന ഈ കുളം ഈ തരത്തിലാണ് പോകുന്നതെങ്കിൽ വരുന്ന വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും ഈ കുട്ടനാടി പ്രദേശത്ത് ഈ പാടശേഖരത്തിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. വൻ അഴിമതി നടക്കുന്ന ഈ കുളത്തിൻ്റെ നിർമ്മാണം അടിയന്തരമായി നിർത്തിവെപ്പിക്കാനും അതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുന്നതിനും വേണ്ടി ഇവിടുത്തെ പൈതൃക സംരക്ഷണ സമിതി ഇവിടുത്തെ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി നാളെ വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസിന് പരാതി കൊടുക്കുന്നു. മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും ശക്തമായ രീതിയിലുള്ള പരാതി കൊടുത്തുകൊണ്ട് ഈ നിർമ്മാണം നിർത്തിവെപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൈതൃക സംരക്ഷണ സമിതി നടത്തുന്നതായിരിക്കും. ജലവിധാനത്തിൽ നിന്നും 3 മീറ്റർ ആഴത്തിൽ ചെളിയെടുത്ത് കരിങ്കല്ലുകൊണ്ട് സംരക്ഷണ ഭിത്തി കെട്ടി കുളം നവീകരിക്കാൻ 5 ലക്ഷം രൂപയാണ് മൈനർ ഇറിഗേഷൻ വകുപ്പ് ഫണ്ട് അനുവദിച്ചത്. മെയ് മാസം വെള്ളം താഴുന്ന സമയത്ത് തുടങ്ങേണ്ട പ്രവൃത്തി ജനുവരിയിൽ ആരംഭിച്ചത് ജലദൗർലഭ്യം നേരിടാനിടയാക്കുമെന്നും അഭിപ്രായമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഏറെ തിരക്കുപിടിച്ച ട്രാഫിക്കിൽ സഹായത്തിനായുള്ള ഹോംഗാർഡുകളുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. എന്നാൽ പോലീസിനെ സഹായിക്കാനായി എത്തിയ ഇവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ അവഗണന പേറുകയാണിവർ. നിയമം ലംഘിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ശുപാർശ ചെയ്യുകയും ജനങ്ങളുമായി സൗഹൃദം വളർത്തുകയും ചെയ്യുന്ന ഹോംഗാർഡുകളുടെ ജീവിതത്തിന് സുരക്ഷയോ സംരക്ഷണമോ ഇല്ല. സമൂഹത്തിലും പ്രത്യേകിച്ച് പോലീസിലും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഇവർക്ക് കഴിഞ്ഞ 5 വർഷത്തോളമായി ജനകീയ സേവനത്തിലൂടെ ജനപിന്തുണ ആർജിച്ചും കഴിഞ്ഞു. തിരക്കേറിയ ടൗണുകളിൽ വാഹനഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള തൊഴിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെയ്യുന്ന ഇവർക്ക് തുച്ഛമായ വേതനം മാത്രമാണ് ലഭിക്കുന്നത്. തൊഴിൽ സുരക്ഷയോ ഇൻഷുറൻസ് പരിരക്ഷയോ ഇവർക്കില്ല. 2008 ഹോംഗാർഡുകളെ വിവിധ സേവനങ്ങൾക്കായി ഉപയോഗിക്കാൻ ആരംഭിച്ചപ്പോൾ അന്നത്തെ ഇടതു സർക്കാർ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ വാഗ്ദാനം നൽകിയെങ്കിലും ഈ പരിഗണന ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. 3000-ഓളം ഹോംഗാർഡുകളാണ് സംസ്ഥാന പോലീസിനെ സഹായിച്ചു വരുന്നത്. 5 വർഷമായി ഹോംഗാർഡ് സർവീസ് ചെയ്യുന്ന കേരളത്തിൽ മുഴുവനും സർക്കാരിൻ്റെ യാതൊരു വിധത്തിൽ ആനുകൂല്യങ്ങളും ഹോംഗാർഡുകൾക്കില്ല. ഇന്നേ വരെ അപകട മരണങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും മറ്റു ഡിസ്ട്രിക്റ്റുകളിലും രാത്രി പെട്രോളിങ്ങിലും മറ്റും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യാതൊരു ആനുകൂല്യവും സർക്കാരിൽ നിന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. 2 ഷിഫ്റ്റായിട്ട് നമ്മൾ ഡ്യൂട്ടി ചെയ്യും. ചില സ്ഥലങ്ങളിൽ 3 മണിക്കൂറായിട്ട് ചെയ്യും. പിന്നെ നൈറ്റ് സർവീസും ഉണ്ട്. നൈറ്റ് പെട്രോളിങ് ചെയ്യണം. ട്രാഫിക്കിൽ വെയിലത്ത് തന്നെ, കംപ്ലീറ്റ് വെയിലത്ത് തന്നെയാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത്. കുട്ടികളെ റോഡ് മുറിച്ച് കടക്കുന്നതും വൃദ്ധരായ സ്ത്രീകളെയും കുട്ടികളെയും നമ്മൾ സഹായിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 500ഓളം ആളുകൾ ഈ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ട്രാഫിക് നിയമങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസുകാരെ മാത്രമേ ഗതാഗത നിയന്ത്രണത്തിനായി നിയമിക്കാറുള്ളൂവെങ്കിലും നേരത്തെ സർവീസിലിരുന്നവർ എന്നതിനാൽ നിയമങ്ങൾ പൂർണ്ണമായി പരിപാലിക്കുന്നതിൽ ഇവരുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. രാജ്യസേവനത്തിന് ശേഷം സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോംഗാർഡുകൾ പോലീസ് വാഹനങ്ങളിലെ ഡ്രൈവർ, ട്രാഫിക് ഡ്യൂട്ടി എന്നിവയിലും പ്രവർത്തിക്കുന്നു. റോഡരികിലും അപകടകരമായ സ്ഥലങ്ങളിലും തൊഴിലെടുക്കുന്ന ഇവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് ഓട്ടോറിക്ഷ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 10 വനിതകൾക്കാണ് ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് ധനസഹായം നൽകിയത്. മുൻവർഷം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് പരിശീലനം നേടിയ വനിതകൾക്ക് ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നുള്ള വായ്പയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് സബ്സിഡി നൽകുന്നത്. ഓട്ടോറിക്ഷയുടെ താക്കോൽദാന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VV ലളിത അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞിക്കണ്ണൻ, PP ബാലൻ മാസ്റ്റർ, C രവീന്ദ്രൻ, MC ചന്ദ്രൻ, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു.
1988 SSLC ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം സ്കൂൾ പ്രിൻസിപ്പൽ P. അജിത നിർവഹിച്ചു. 1988 SSLC ബാച്ചിലെ ജനാർദ്ദനൻ AV നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം സ്കൂൾ പ്രിൻസിപ്പൽ P. അജിത നിർവഹിച്ചു. രാജേഷ് SN അധ്യക്ഷനായി. തുടർന്ന് റിട്ടയർഡ് AO KV രാഘവൻ മാസ്റ്റർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. നിർഭയത്വമാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സന്ദേശം. നിങ്ങൾ പേടിക്കാതിരിക്കുക എന്നാണ്. ഇരുട്ടത്ത് തനിയെ നടക്കാൻ പേടിയായ ആ കുട്ടി എങ്ങനെയാണ് വളർന്നത്? അച്ഛനും അമ്മയും ഇട്ട പേര് പോലും മറന്നുപോയിക്കൊണ്ട് മഹാത്മാഗാന്ധി ആവുന്നത്, മഹാത്മജി ആവുന്നത്, ബാപ്പുജി ആവുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മത്സരാജൻ കട്ടച്ചേരി, ഗണേഷ് KV, EVM ബാലകൃഷ്ണൻ, T. സൈനുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പ് പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതിയായ സുവർണ കേരളത്തിന്റെ കണ്ണൂർ താലൂക്ക് തല ഉദ്ഘാടനം ഫെബ്രുവരി 2 തിങ്കളാഴ്ച ചെറുതാഴത്ത് നടക്കും. TV രാജേഷ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാരകമായ വിഷമുള്ള വളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമ്മുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുകയും കുടുംബ സാമൂഹ്യ ജീവിതത്തിന്റെ താളം തെറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജൈവവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള കേരള സഹകരണ വകുപ്പിന്റെ പച്ചക്കറി പ്രോത്സാഹന പദ്ധതിയാണ് സുവർണ കേരളം. പദ്ധതിയുടെ കണ്ണൂർ താലൂക്ക് തല ഉദ്ഘാടനവും കാർഷിക ശില്പശാലയും ഫെബ്രുവരി 2 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതാഴം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ അധ്യക്ഷനായിരിക്കും. പന്നിയൂർ കാർഷിക വികസന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ P. ജയരാജൻ കാർഷിക ക്ലാസ് അവതരിപ്പിക്കും. പച്ചക്കറി വിത്ത് വിതരണം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ K. സുരേന്ദ്രൻ നിർവഹിക്കും. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ K. രാജൻ, ബാങ്ക് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KC തമ്പാൻ മാസ്റ്റർ, K. ദാമോദരൻ, KV ഭരതൻ, MV രാജീവൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വിവർത്തന സാഹിത്യം എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന ശില്പശാലയിൽ ഡോക്ടർ EV രാമകൃഷ്ണൻ ക്ലാസ് എടുത്തു. മലയാളത്തിൽ ആധുനികത വന്ന് മാനകീകരണം നടന്നിട്ട് 100-150 കൊല്ലമേ ആയിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ 600 കൊല്ലം മുമ്പ് നടന്നു. ഒരാൾ പറയുന്നത് ഏതാണ്ട് 500-600 കൊല്ലം യൂറോപ്പിലെടുത്ത കാര്യങ്ങൾ മലയാളത്തില് 100-150 കൊല്ലം കൊണ്ട് നടന്നു. വിവർത്തന സാഹിത്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണിതെന്നും എഴുത്തുകാർ പുതിയ വീക്ഷണകോണുകളിലൂടെയാണ് ഇപ്പോൾ ഈ സാഹിത്യശാഖയെ നിരീക്ഷിക്കുന്നതെന്നും EV രാമകൃഷ്ണൻ പറഞ്ഞു. ചടങ്ങിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ KC മുരളീധരൻ, വിവേക് C എന്നിവർ സംസാരിച്ചു. കരിങ്കുഴി അണക്കെട്ടിന് സമീപം പാലമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. 5000-ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിനും പാലത്തിന്റെ നിർമ്മാണത്തിനും അറുതി വരുത്തും. സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പാലങ്ങൾക്ക് അനുമതി ലഭിക്കുമ്പോൾ തങ്ങൾക്ക് നേരെയുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. 200ഓളം വീടുകളിലായി 5000-ഓളം കുടുംബങ്ങൾ കഴിയുന്ന പ്രദേശമാണിത്. കരിങ്കുഴി കാളീശ്വരം റോഡിന് കരിങ്കുഴി അണക്കെട്ടും ഒരു പാലവും ഈ ജനതയുടെ ദീർഘകാല ആവശ്യമാണ്. ജലസേചനത്തിന് സൗകര്യക്കുറവ് കാരണം പ്രദേശത്തെ നെൽകൃഷിയും നിലച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട റേഷൻ ഷാപ്പ്, ആശുപത്രികൾ, സ്കൂളുകൾ, അംഗൻവാടി, പോസ്റ്റ് ഓഫീസ് എല്ലാം ഈ പ്രദേശത്തിന് പുറത്താണ്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെത്താൻ സാധിക്കാതെ ഈ നാട്ടിലെ ജനങ്ങൾ പൊറുതിമുട്ടുന്നതിനിടയിൽ അണക്കെട്ടിൽ നിന്ന് വീണ് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടവും ജനങ്ങളുടെ ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സഹികെട്ട ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് പഞ്ചായത്തിന്റെയും സ്ഥലം MLAയുടെയും സമ്മർദ്ദത്തിന്റെ ഫലമായി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 1,05,00,000 രൂപ ചെലവിൽ ഒരു ട്രാക്ടർ കം ബ്രിഡ്ജ് അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിനായി കൃഷിഭൂമിയുടെ വിസ്തീർണം ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ മാറിവന്ന ഗവൺമെന്റ് എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിച്ച് ഭൂമിയുടെ കൂടുതൽ വിസ്തീർണം ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ കൃഷിഭൂമിയുടെ വിസ്തീർണമെല്ലാം ശേഖരിച്ചു കൊടുത്തിട്ടും പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരനക്കവുമില്ല. ഇനിയും വർഷം കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഭൂമിയുടെ വിസ്തീർണം ആവശ്യപ്പെടുകയും ഭൂമി വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തങ്ങളുടെ ചിരകാല സ്വപ്നം തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സമീപ പ്രദേശങ്ങളിൽ വരെ ഒന്നിലധികം പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ ഈ പ്രദേശത്തെ മാത്രം അവഗണിക്കുന്ന ഗവൺമെന്റിന്റെ സങ്കുചിതമായ നയത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ നിരന്തരമായ സമരപ്രക്ഷോഭങ്ങൾക്ക് തീരുമാനമെടുത്തിരിക്കുകയാണ് നാട്ടുകാർ. ഇതേതായാലും നമുക്ക് വെച്ചു പൊറിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് കാര്യമായ തീരുമാനം, ഈ അനുകൂലമായ തീരുമാനം ഇല്ലെങ്കിൽ ഈ പ്രദേശം
മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലടക്കം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് ശക്തമായ സമരം സംഘടിപ്പിക്കണം എന്ന രീതിയിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വരുന്ന മാസം ഒരു നല്ല രീതിയിലുള്ള സമരം ആസൂത്രണം ചെയ്യണമെന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നാട്ടുകാരൊക്കെ യോഗം കൂടിക്കൊണ്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്കായി ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം സർക്കാർ നേതൃത്വത്തിൽ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹജ്ജാർത്ഥികളെ തെറ്റുകൂടാതെ അപേക്ഷകൾ പൂരിപ്പിക്കുന്നതിനും വേണ്ടപ്പെട്ട രേഖകൾ പരിശോധിച്ച് കൃത്യത വരുത്തി ഹജ്ജ് കർമ്മത്തിനുള്ള യാത്രയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങൾ ചെയ്യുന്നതിനുമാണ് ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ലീഗ് ഹൌസിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സത്താർ വടക്കുംപാട്, ടി.എസ്. നജീബ്, കെ.എം. കുഞ്ഞി, പി.പി. അബ്ദുള്ള മാസ്റ്റർ, വി.പി.പി. അസീം, എ.ജി. നൂറുൽ അമീൻ, ടി. റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. എടാട്ട് PS വിദ്യാലയത്തിൽ സൈബർ ക്രൈം ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. PS ഡയറക്ടർ എസ് സൈനുദ്ദീൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് പയ്യന്നൂർ മിഡ് ടൗണിന്റെയും ഇൻഡോ US അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിദ്യാലയത്തിൽ സൈബർ ക്രൈം അവയർനെസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇന്റർനെറ്റ് ദുരുപയോഗം സംബന്ധിച്ച് പി. രാകേഷ് ക്ലാസ് എടുത്തു. ഡോക്ടർ ബി. വിനയകുമാർ അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് വി. ഉപേന്ദ്ര ഷേണായി, പ്രിൻസിപ്പൽ ഗോപിനാഥൻ നമ്പ്യാർ, സത്യനാരായണൻ, ദീപേഷ് എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കിശോരി ശക്തി യോജനയുടെ ഭാഗമായി കൌമാരക്കാരായ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഡോക്ടർ അശ്വിനി ക്ലാസ് എടുത്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ്, നീലേശ്വരം അഡീഷണൽ ICDS എന്നിവയുടെ നേതൃത്വത്തിൽ കിശോരി ശക്തി യോജന ബോധവൽക്കരണ ക്ലാസും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഡോക്ടർ അശ്വതി, ജനമൈത്രി പോലീസ് ഓഫീസർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. HM ബാലകൃഷ്ണൻ മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ, മാധവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർമാർ, ആശാവർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കലോത്സവ വിജയി കരിവെള്ളൂർ സ്വദേശിനി കൃഷ്ണേന്ദുവിനെ പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PV കുഞ്ഞുരാമൻ നായർ ഉപഹാര വിതരണം നടത്തി. ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് അനുമോദനം സംഘടിപ്പിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുച്ചിപ്പിടിയിൽ 1ാം സ്ഥാനവും A ഗ്രേഡും, ഭരതനാട്യം, നാടോടി നൃത്തം എന്നിവയിൽ A ഗ്രേഡും നേടിയ കൃഷ്ണേന്ദുവിന് കരിവെള്ളൂർ പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PV കുഞ്ഞുരാമൻ നായർ ഉപഹാര സമർപ്പണം നടത്തി. P. കുഞ്ഞപ്പൻ അധ്യക്ഷനായി. B. സുജിൻകുമാർ, AV രാജൻ, TV ബാലൻ, APV പത്മനാഭൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കൃഷ്ണേന്ദു മറുപടി പ്രസംഗം നടത്തി. പരിപാടിയോടനുബന്ധിച്ച് അന്നദാനവും നടന്നു. വ്യാപാരി വ്യവസായി സമിതി ചെറുതാഴം പഞ്ചായത്ത് കൺവെൻഷനും മരണാനന്തര ധനസഹായ വിതരണവും പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി വി. ഗോപിനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചെറുകിട ഇടത്തരം വ്യാപാരികളുടെ ആശയും ആവേശവുമാണ് വ്യാപാരി വ്യവസായി സമിതി. വ്യാപാരി വ്യവസായി സമിതിയുടെ ചെറുതാഴം പഞ്ചായത്ത് കൺവെൻഷൻ ഫെബ്രുവരി 1 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടക്കും. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KC രഘുനാഥൻ അധ്യക്ഷനായിരിക്കും. കൺവെൻഷനോടനുബന്ധിച്ച് ജില്ലാ ക്ഷേമനിധി വിതരണം ചാക്കോ മുല്ലപ്പള്ളിയും, മരണാനന്തര ധനസഹായ വിതരണം പുത്തലത്ത് ജയരാജനും, ചികിത്സാ സഹായ വിതരണം KK സഹദേവനും, അംഗത്വ വിതരണം K. പങ്കജവല്ലിയും നിർവഹിക്കും. വ്യാപാരി വ്യവസായ സമിതി പ്രവർത്തകരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ അനുമോദിക്കും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. KV ഉണ്ണികൃഷ്ണൻ, AP നാരായണൻ, M. രാമചന്ദ്രൻ, M. മീനാക്ഷി, KC രഘുനാഥൻ, V. ഉമ്മർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 വളണ്ടിയർമാർക്കുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് K. രാമചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ P. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പ്രൊഫസർ M. രാജീവൻ, അശ്വതി K., പത്മനാഭൻ കാവുമ്പായി എന്നിവർ സംസാരിച്ചു.
രാമന്തളി ശ്രീരാം ഷട്ടിൽ ബ്രദേഴ്സിന്റെ 1ാം വാർഷികാഘോഷം ഫെബ്രുവരി 1 ഞായറാഴ്ച നടക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉത്തരമേഖല ഡബിൾസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി ശ്രീരാം ഷട്ടിൽ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന ഷട്ടിൽ ടൂർണമെന്റുകളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഫെബ്രുവരി 1 നടക്കുന്ന 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലെയും കർണാടകത്തിലെയും പ്രമുഖ ഷട്ടിൽ താരങ്ങളെ അണിനിരത്തി ഉത്തരമേഖല ഡബിൾ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ MLA C. കൃഷ്ണൻ ഷട്ടിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് കക്കോ പ്രവൻ രാമൻ നായരുടെ സ്മരണാർത്ഥം 10,001 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും, റണ്ണേഴ്സിന് KP ജാനകി അമ്മയുടെ സ്മരണാർത്ഥം 6,001 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. കൂടാതെ ഏറ്റവും നല്ല കളിക്കാരനും ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. ഉദ്ഘാടന യോഗത്തിൽ പ്രമുഖർ സംബന്ധിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KP ദിവാകരൻ, TV ചന്ദ്രൻ, പത്മനാഭൻ, നൌഷാദ് വെള്ളൂർ, PV നാരായണൻ മാസ്റ്റർ, രാജീവൻ മാസ്റ്റർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ PSC കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. PSC പരീക്ഷകളിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരുന്ന അവസരത്തിലാണ് ജില്ലാ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ PSC കോച്ചിംഗ് ക്ലാസ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സുമേഷ് CK അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സമീർ സിദ്ദിഖ് ക്ലാസ് എടുത്തു. അരുൺകുമാർ G, ജ്യോതി M, അനീഷാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രകൃതിക്കിണങ്ങിയ ജീവിതം എന്ന വിഷയത്തിൽ അന്നൂർ ആരോഗ്യ നികേതനിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രകൃതി ജീവന പ്രചാരകൻ രാജീവൻ പേരാവൂർ പ്രഭാഷണം നടത്തി. അന്നൂർ ആരോഗ്യ നികേതനിൽ പ്രകൃതിക്കിണങ്ങിയ ജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിന്റെ പ്രസക്തിയെക്കുറിച്ച് പ്രകൃതി ജീവന പ്രചാരകനായ രാജീവൻ പേരാവൂർ പ്രഭാഷണത്തിൽ ഊന്നൽ നൽകി. ചടങ്ങിൽ K. കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PM ബാലകൃഷ്ണൻ, KK ശ്രീകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. മീറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ P. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1972 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ ബിൽഡിംഗ് ആയിരുന്നില്ല, ഇതിന്റെ തൊട്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറച്ചുകൂടി അപ്പുറമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പയ്യന്നൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഇടപാടുകാരുടെ യോഗം ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്നു. ചടങ്ങിൽ ചീഫ് മാനേജർ സദാശിവൻ TP അധ്യക്ഷനായിരുന്നു. SBT എംപ്ലോയീസ് യൂണിയൻ സോൺ സെക്രട്ടറി K. പ്രേമചന്ദ്രൻ, സതീഷ് ബാബു, അഡ്വക്കേറ്റ് വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ചിൽ പുതുതായി ആരംഭിച്ച ക്യാഷ് ഡെപ്പോസിറ്റ് സംവിധാനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിശദീകരണവും യോഗത്തിൽ നടന്നു. അടുത്തില ALP സ്കൂൾ 120ാം വാർഷികത്തിന്റെ നിറവിൽ വാർഷിക പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഫെബ്രുവരി 1 ഞായറാഴ്ച കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ദേശത്തിന് മുഴുവൻ അക്ഷരവെളിച്ചം പകർന്ന് അടുത്തിലയിലെ എരിപുരം ചെങ്ങൽ LP സ്കൂൾ 120ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഫെബ്രുവരി 1 ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ മാർച്ച് അവസാന വാരം വരെ നീണ്ടുനിൽക്കും. ഞായറാഴ്ച വൈകുന്നേരം 4:30 TV രമേശന്റെ അധ്യക്ഷതയിൽ മന്ത്രി KP മോഹനൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. CV കുഞ്ഞിരാമൻ, CM വേണുഗോപാലൻ, രാജമാത്തച്ഛൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് സുഭാഷ് അറുകര അവതരിപ്പിക്കുന്ന നാട്ടുമൊഴികൾ അരങ്ങേറും. 120ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 2ാം വാരം മാതൃസംഗമം, മാർച്ച് ആദ്യവാരം നാടകക്കളരി, മാർച്ച് 3ാം വാരം പൂർവ്വ വിദ്യാർത്ഥി സംഗമം, മാർച്ച് അവസാന വാരം യാത്രയപ്പ് സമ്മേളനവും നടക്കും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ MK സുകുമാരൻ, KV വിമല, CH നളിനി, PV പ്രസാദ്, V രമേശൻ, M പ്രജീഷ്, SP ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വളാൽ കൈക്കോട്ടുകടവ് 8ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. PK ഫൈസലിന്റെ അധ്യക്ഷതയിൽ PK അബ്ദുൾ റഹീം ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വളാൽ കൊക്കാക്കടവിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ്, സാംസ്കാരിക സമ്മേളനം, ഇഷൽ നൈറ്റ് എന്നീ പരിപാടികൾ സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ നടന്ന മെഡിക്കൽ ക്യാമ്പ് PK അബ്ദുൾ റഹീം ഹാജി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PK ഫൈസൽ അധ്യക്ഷനായിരുന്നു. ഡോക്ടർമാരായ പ്രിയ K, KV ശശിധരൻ, TK സുബൈ എന്നിവരും സാജിദ് കൈതക്കാട്, P മൊയ്തീൻ, PK സലീം, NC സലാം തുടങ്ങിയവരും സംബന്ധിച്ചു. തുടർന്ന് ഡോക്ടർ പ്രിയ രോഗികളെ പരിശോധിക്കുകയും മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഉത്സവ വിശേഷങ്ങൾ. തൃക്കരിപ്പൂർ
തൃക്കരിപ്പൂർ തങ്കയം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി 2-3 ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 2 പുലർച്ചെ ചടങ്ങുകൾ ആരംഭിക്കും. വൈകിട്ട് 6:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ കെ എ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് RC കരിപ്പത്തിന് ക്ഷേത്രം പ്രസിഡന്റ് PP കുഞ്ഞിരാമൻ ഉപഹാരം നൽകി അനുമോദിക്കും. തുടർന്ന് ചൈതന്യ രാമദാസ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ശ്രീലക്ഷ്മി ജയദേവന്റെ കഥാപ്രസംഗം, ദർശന മോഹൻ നയിക്കുന്ന സംഗീതാർച്ചനയും, രാത്രി 9 മണിക്ക് നൃത്യങ്ങൾ, തിരുവാതിര, നാടൻപാട്ട് എന്നിവയും അരങ്ങേറും. ഫെബ്രുവരി 3 ഉച്ചയ്ക്ക് അന്നദാനം, തുടർന്ന് അക്ഷരശ്ലോക സദസ്സ്, വൈകിട്ട് 6:30 തൃക്കരിപ്പൂർ രാമകൃഷ്ണ മാരാറും സംഘവും നയിക്കുന്ന തായമ്പക, 7:30 തിടമ്പ് നൃത്തം, രാത്രി 9 കൊല്ലം KR തിയേറ്റേഴ്സിന്റെ മഹായോധ നാടകം എന്നിവയും ഉണ്ടാകുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ വിജയൻ, ടി പത്മനാഭൻ, PP ഗോവിന്ദൻ, എ രാജീവൻ, കെ ചന്ദ്രൻ, KV രാമദാസ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. മടക്കര ആലിങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി എഴുന്നള്ളിപ്പ് നടന്നു. ഇരണാവ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച എഴുന്നള്ളിപ്പ് മടക്കരയിൽ സമാപിച്ചു. മൂന്ന് നാൾ നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായാണ് എഴുന്നള്ളത്ത് നടന്നത്. എറണാകുളം പറവൂർ മേളസമിതി രജിഷൻ പാർട്ടിയുടെ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയാണ് പരിപാടി നടന്നത്. ബാലികാമാരുടെ താലപ്പൊലിയോടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയുള്ള ദേവിയുടെ എഴുന്നള്ളത്ത് കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. തൃക്കരിപ്പൂർ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആക്മി തൃക്കരിപ്പൂരും അൽഹുദ ബീരിച്ചയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അംഗീകൃത സെവൻസ് ഫുട്ബോളിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ വാസ്കോ വടക്കുംപാടിനെ 3-1 തോൽപ്പിച്ച് ആക്മി ക്വാർട്ടറിൽ പ്രവേശിച്ചു. തുടക്കം മുതൽ മുന്നേറി കളിച്ച ആക്മി തൃക്കരിപ്പൂരിന്റെ മുഹമ്മദ് റാഫി അടക്കമുള്ളവരുടെ പ്രതിരോധ നിരയെ തകർത്തെറിയാനുള്ള വാസ്കോയുടെ ശ്രമം വിജയം കണ്ടില്ല. കളിയുടെ വേഗത കാണികളെ ആകർഷിച്ചെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി 3 ഗോൾ വീണതോടെ തിരിച്ചുപിടിക്കാനുള്ള വാസ്കോയുടെ സാധ്യത നഷ്ടമായെങ്കിലും ഒരു സമാശ്വാസ ഗോൾ നേടി വാസ്കോ ഗ്രൗണ്ട് വിട്ടു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒളവറ പുഴയിൽ ചാടി യുവാവ് മരിച്ചു. പരിയാരം കോരൻപീടിക സ്വദേശി നൌഫലാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഡിവൈഎഫ്ഐ വൈക്കത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ഉത്തരമേഖല തെരുവുനാടക മത്സരം തൃക്കരിപ്പൂരിൽ ചലച്ചിത്ര സംവിധായകൻ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്തു. കൊച്ചി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യങ്ങൾ തള്ളുന്നതായി വ്യാപക പരാതി. ദുർഗന്ധം മൂലം ജീവിതം ദുസ്സഹമായി സമീപവാസികൾ. തൃക്കരിപ്പൂർ വണ്ണാത്തിക്കുളം സംരക്ഷണ പ്രവൃത്തിയിൽ അഴിമതിയെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയിൽ കുളത്തിന്റെ സ്ഥലം സ്വകാര്യ സ്ഥലത്തോടൊപ്പം ചേർക്കുന്നുവെന്നാണ് പരാതി. ട്രാഫിക് നിയന്ത്രണത്തിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോഴും സ്വയം സുരക്ഷിതരല്ലാതെ ഹോംഗാർഡുകൾ. കാങ്കോൽ കരിങ്കുഴി പാലം എന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. സമീപ പ്രദേശങ്ങളിൽ പോലും പാലം അനുവദിക്കുമ്പോൾ പ്രദേശത്തോടുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.